السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും സ്നേഹവും ആദരവുമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ റമളാൻ ഖൈറിൽ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമളാൻ അല്ലാഹു സുബ്ഹാനഹു തആല അടിയങ്ങൾക്ക് തന്നത്, നന്മകൾ ചൊരിക്കുന്നത്, പാപക്കറകൾ മാപ്പ് നൽകുന്നത്, അല്ലാഹു ഉറക്കും ഇബാദത്താക്കിയത്, ഉണർച്ചയും ഇബാദത്താക്കിയത്, അവന്റെ നടത്തവും സംസാരവും അവന്റെ പ്രവർത്തനങ്ങളും മുഴുവനും അല്ലാഹു പ്രതിഫലം ചൊരിച്ചു കൊടുക്കുന്ന മാസമാക്കിയത് ഒരു അടിമയോടുള്ള പടച്ച റബ്ബിന്റെ കൃപയാണ്. അത് മുതലാക്കാനുള്ള ശ്രമമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. ഈ ശരീരം പടച്ച റബ്ബിലേക്ക് എല്ലാ നിലയിലും വഴിപ്പെട്ടിരിക്കുന്നോ എന്ന് നാം സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഓരോരോ നരമ്പുകളുടെയും ചലനങ്ങൾ, ഹാർട്ടിന്റെയും കിഡ്നിയുടെയും പ്രവർത്തനങ്ങൾ, തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഒരു സ്റ്റെക്ക് വന്നു പോയാൽ അല്ലാഹു തന്ന നന്മകളെ കുറിച്ച്, അല്ലാഹു തന്ന ആയുസ്സിനെ കുറിച്ച്, അല്ലാഹു തന്ന അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. കോടികൾ വിലമതിക്കുന്നത്, ലക്ഷങ്ങൾ വിലമതിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത പടച്ച റബ്ബിനോട് ഒരു നന്ദി ചെയ്യാൻ, അല്ലാഹനെ മറന്ന് ജീവിക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. നന്നാവാൻ ഒരൊറ്റ നിമിഷം മതി. മനസ്സ് പൊട്ടിയിട്ട് പടച്ച റബ്ബിനോടൊന്ന് ദുആ ചെയ്താൽ എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ടു തരും. ഞാനൊരു ചരിത്രം പറയാം. ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് മാപ്പുണ്ടോ നബിയേ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മോനെ, നീ ചെയ്ത തെറ്റൊന്നു പറയൂ. അല്ലാഹുവിനോട് നമുക്ക് പടച്ച റബ്ബിനോടൊന്ന് തേടി നോക്കാം. അല്ലാഹു പൊറുക്കുന്നവനാണ്, അല്ലാഹു പൊറുക്കുന്നവനാണ് മോനെ. അയാള് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ചെയ്ത വലിയ തെറ്റാണ് മുത്തുനബിയേ, അങ്ങ് എന്നോട് ദേഷ്യപ്പെടരുത് യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നു തെറ്റു പറയാൻ. ആ സമയത്ത് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ ജോലി ഞാൻ പറയുകയാണ്. ആരുമില്ലാത്ത, എല്ലാവരും കിടന്നുറങ്ങുന്ന നിശബ്ദതയുടെ രാത്രിയിൽ ഞാൻ എൻ്റെ പള്ളിപ്പറമ്പിലേക്ക് പോകും യാ റസൂലല്ലാഹ്. എന്നിട്ട് ഞാൻ പുതിയ ഖബറങ്ങ് കുഴിക്കും. മൂടുകല്ലൊന്ന് മാറ്റിയിട്ട് ആ ഖബറാളിയെ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വെക്കും യാ റസൂലല്ലാഹ്. എന്നിട്ട് ഞാൻ കഫൻ മുടഴിക്കും. ആ കഫൻ മുടം മടക്കിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കലാണ് എൻ്റെ പണി യാ റസൂലല്ലാഹ്. ആ ഖബറാളിയെ ഞാൻ ആ ഖബറിലേക്ക് വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് പോരും. അങ്ങനെ ഒരു രാത്രി ഞാൻ എൻ്റെ പള്ളിപ്പറമ്പിലേക്ക് പോയി ഒരു പുതിയ ഖബർ ഞാൻ കുഴിച്ചു.
അതിൽ ഞാൻ കണ്ടു സുന്ദരിയായൊരു പെണ്ണിനെ. ആ ഖബറിലിട്ടുകൊണ്ട് ഞാൻ ബലാത്കാരം ചെയ്തു, ഞാൻ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടു യാ റസൂലല്ലാഹ്. എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ മനുഷ്യൻ പറയുന്നത് ഖബർ മാന്തിയിട്ട് കഫൻ പുട എടുത്തിട്ട് ഖബറാളിയെ ബലാത്കാരം ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് കരച്ചിൽ വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സങ്കടപ്പെടുന്നു. ഒരല്പസമയം അല്ലാഹുവിന്റെ ഹബീബ് നോക്കി നിൽക്കുകയാണ്. ആ സമയത്തതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ആ മനുഷ്യനിക്ക് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കി, ഒരൊറ്റ നിമിഷം ഖൽബൊന്നു മാറാൻ, പടച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു അല്ലാ, ഒന്ന് മാപ്പ് നൽകണേ അല്ലാ എന്ന് പറയാനുള്ള മനസ്സ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടോ? ഇന്ന് നമ്മൾ അങ്ങനെ ഒരു നിയ്യത്തായിട്ടാണ് മുന്നോട്ട് പോവേണ്ടത്. ആ ഒരു നിയ്യത്ത് നമ്മുടെ ഖൽബിൽ കടന്നുകൂടിയാൽ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് റമളാനാണ്. റമളാനിൽ ആ നിയ്യത്ത് നമ്മൾ എടുക്കണം. നമ്മുടെ നോമ്പ്, നമ്മുടെ ഇബാദത്ത്, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സ്വലാത്തുകൾ, നമ്മുടെ തസ്ബീഹുകൾ, നമ്മൾ കൊടുക്കുന്ന ഹദിയകളെല്ലാം നമ്മളെ അക്കൗണ്ടിൽ എഴുതപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ കണ്ണടക്കുന്ന സമയത്ത്, നമ്മളെ കിതാബുകൾ അടക്കുന്ന സമയത്ത്, ആഖിറ ലോകത്ത് നമ്മൾ വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഹൗളുൽ ഖൗസർ കുടിക്കാനുള്ള സൗഭാഗ്യം നമുക്കുണ്ടാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനെന്തു വേണം? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മളെ അക്കൗണ്ടിൽ എഴുതപ്പെടണം. ഈ വിശുദ്ധമായ റമളാൻ പായാക്കി കളയരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമാക്കി കളയരുത്, നിസ്സാരമാക്കി കളയരുത്. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുന്നു. ആരാ ദുആ ചെയ്യുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്താണ് ദുആ? അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. ദുആ ചെയ്യുന്നത് ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ പറയുന്നത് ആരാണ്? ലോകം മുഴുവൻ പടക്കാൻ കാരണക്കാരനായ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുന്നു. എന്താണ് ദുആ? പഠിച്ചോനെ, റമളാൻ വന്നിട്ട് ആ റമളാനെ ശ്രദ്ധിക്കാതെ നിസാരമാക്കി കളഞ്ഞാൽ, നിസാരമാക്കി കളഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. ആരാ ദ്വാരുന്നത്? ആരാ ആമീൻ പറഞ്ഞത്? നിസാരമാക്കി കളയാൻ പാടില്ല. പണിണ്ട്, നോമ്പില്ല. വീട്ടിൽ നോമ്പർപ്പിക്കല, നോമ്പില്ല. എന്തേ കാരണം? എല്ലാറ്റിനും നിങ്ങൾ നാമച്ചു നോക്കണ്ടേ, മധുരം നോക്കണ്ടേ. പെരക്കാരത്തിയായ പാത്തുമോന് നോമ്പില്ല, മധുരം നോക്കാനാണത്രേ. ഈയിടത്ത് എന്നോടൊരാൾ ചോദിച്ചു, ഉസ്താദേ, ഇപ്പൊ പലതിനും ടാബ്ലറ്റ്സ് ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഹോർമോൺ ടാബ്ലറ്റ്സ്, അതുപോലെ വിറ്റാമിൻ ടാബ്ലറ്റ്സ്, അതുപോലെ പലതിനും ഇഞ്ചക്ഷൻ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. നരമ്പിലേക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ക്ഷീണമില്ലാതെയാക്കിയാൽ നോമ്പുണ്ടാവോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അല്ലാഹു നമ്മുടെ ഖൽബിലേക്കാണ് നോക്കുന്നത്.
നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അത് വേറൊരു വിഷയം. നരമ്പിലേക്ക് ഇഞ്ചക്ഷൻ അടിച്ചാൽ നോമ്പ് മുറിയുമെന്നൊരു പറ്റം ആളുകൾ പറയുന്നുണ്ട്, ആലിമീങ്ങൾ പറയുന്നുണ്ട്. നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. ഇവിടേക്കൊക്കെ ഇഞ്ചക്ഷൻ അടിക്കാം, നമ്മളെ തൊലിയിലേക്കൊക്കെ ഇഞ്ചക്ഷൻ അടിക്കാം, നോമ്പ് മുറിയില്ല. അതുപോലെ കണ്ണിൽ മരുന്നിറ്റിക്കാം, നോമ്പ് മുറിയില്ല. തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ അകത്തൊന്നും കടക്കാൻ പാടില്ല എന്നാണ്. അത് കല്ലാണെങ്കിലും ശരി. അതുപോലെ ഈ വലിക്കുന്ന സാധനമുണ്ട്, ഈ ശ്വാസം മുട്ടലേര്, അതിൽ ഗുളികയുടെ അംശം ഉണ്ടെങ്കിൽ ആ ഗുളികയുടെ അംശം ആ വയറ്റിന്റെ ഉള്ളിലേക്ക് കടന്നാൽ, മൂക്കിന്റെ ഉള്ളിലേക്ക് കടന്നാൽ നോമ്പ് മുറിയും. വെറുമൊരു വലിവാണ്, ഒരു ഗ്യാസ് മാത്രമാണ്, എന്നാ നോമ്പ് മുറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നോമ്പിനെ നിസ്സാരമാക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നോമ്പിനെങ്ങാനും നിസ്സാരമാക്കിയാൽ അള്ളാന്റെ മലക്കുകൾ നമ്മളെ ശപിക്കുന്നു, അള്ളാഹു ശപിക്കുന്നു. കല്ല്, കരട്, കാഞ്ഞീര കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർക്കം പാമ്പ് വരെ ശാപമായി മാറുന്നു. അവരെല്ലാം നമ്മളെ ശപിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോമ്പ് നോക്കാൻ കഴിയോ എന്നാ അത് നമ്മുടെ മേൽ നിർബന്ധ. തറാവി നിസ്കരിക്കാൻ കഴിയില്ലേ, നിർബന്ധമില്ല, സുന്നത്താണ്. സുന്നത്തുകൾ നമ്മൾ പാലിച്ചാൽ നമ്മുടെ ആഖിബത്ത് നന്നാകും, ശരീരം നന്നാകും. എല്ലാ നിലയിലും പടച്ച ഹബീബിനോടുകൂടെ നമ്മളെ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ ഒരു കാരണമാണത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. സുന്നത്തുകൾ അധികരിപ്പിച്ചാൽ ആഖിറ ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. മുത്തുനബി നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഈ വിശുദ്ധമായ റമളാൻ ഒന്ന് മുതലാക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആരംഭ പൂവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ ഒരു മനുഷ്യനങ്ങനെ കൊണ്ടുപോകുന്നു. ചങ്ങലയിലാകെ കെട്ടിപ്പൊതിഞ്ഞിട്ടാ കൊണ്ടുപോകുന്നത്. അതിന്റെ ഉള്ളറയിൽ നിന്ന് ആ മനുഷ്യന് കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വേദനിക്കുന്നു നബിയേ, ഞാൻ വല്ലാതെ ശിക്ഷ അനുഭവിക്കുകയാണ്, എന്റെ ശരീരമാകെ കരിയുന്നു യാ റസൂലല്ലാഹ്, എനിക്ക് വല്ലാതെ പ്രയാസം വരുന്നു, ഞാനിതാ ചങ്ങലയിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, നരകത്തിന്റെ താഴേ തട്ടിലാണ് യാ റസൂലല്ലാഹ്, സഹിക്കാൻ കഴിയുന്നില്ല മുത്തു നബിയേ. ആ മനുഷ്യനങ്ങ് പൊട്ടിക്കരഞ്ഞു പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബങ്ങ് കൈ ഉയർത്തുന്നു. ആ സമയത്ത് റമളാൻ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, റസൂലേ, നിങ്ങൾ ദുആ ചെയ്യരുത് നബിയേ, നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല യാ റസൂലല്ലാഹ്. ആ മനുഷ്യൻ ഒരു മാസം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ നോമ്പ് നോൽക്കാറില്ല, അയാൾ എന്നെ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു യാ റസൂലല്ലാഹ്. പണിയുടെ പേര് പറഞ്ഞിട്ട് റമളാനിൽ അദ്ദേഹം നോമ്പ് നോൽക്കാറില്ല, ക്ഷീണത്തിന്റെ കഥ പറഞ്ഞിട്ട് നോമ്പ് നോൽക്കാറില്ല, സമയത്തിന്റെ വിഷമങ്ങൾ പറഞ്ഞ് അദ്ദേഹം നോമ്പ് നോൽക്കാറില്ല യാ റസൂലല്ലാഹ്. അങ്ങനെ എന്നെ വല്ലാതെ ചവിട്ടിത്താത്തിയ മനുഷ്യനാ. ആളുകൾ കാണാൻ വേണ്ടിയുണ്ടായിരുന്നു, ആളുകൾ കാണാൻ നിസ്കാരക്കാരനാണ്, ആളുകൾ കാണാൻ നോമ്പുകാരനാണ്, ആളുകൾ കാണാൻ സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യനാണ്, ആള് പറയാൻ ഹജ്ജ് ചെയ്യുന്ന മനുഷ്യനാണ്. അല്ലാഹ്ക്ക് നിന്റെ ഹജ്ജ് വേണ്ട, നിന്റെ നിസ്കാരം വേണ്ട, നിന്റെ സക്കാത്ത് വേണ്ട, നിന്റെ അമലുകളൊന്നും പടച്ച റബ്ബിന് വേണ്ട. ഈ മനുഷ്യനതാ പൊട്ടിക്കരയുന്നു.
അല്ലാഹുവിന്റെ ഹബീബിനോട് റമളാൻ വന്നിട്ട് പറയുന്നു, നബിയേ, ആ മനുഷ്യൻ ശിക്ഷിക്കണം, അയാൾ കുറ്റം ചെയ്ത മനുഷ്യനാണ്, ശിക്ഷിക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമളാൻ വന്നിട്ട് ആ റമളാനിനെ നിസ്സാരമാക്കിയാൽ വരാൻ പോകുന്ന ശിക്ഷയാണ്, വരാൻ പോകുന്ന അദാബാണ്, നാളെ ആഖിറ ലോകത്ത് സംഭവിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് റമളാനാണ്, റമളാനാണ്, റമളാനാണ്. ഈ പരിശുദ്ധമായ മാസത്തെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, ദുആ ചെയ്യാൻ, നിസ്കരിക്കാൻ, അമലുകൾ ചെയ്യാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരൽപ്പം ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. അല്ലാഹു ഇതെല്ലാം ഇത്രയും സമയം കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളുടെ ദുആ നീ ഖബൂലാക്കണം. അല്ലാഹ് അംബിയാക്കള്, ഔലിയാക്കള്, സലഫ് സ്വാലിഹീങ്ങള്, ആബിദീങ്ങള്, മുസന്നിഫീങ്ങള്, മുഫസ്സിരീങ്ങള്, മഹത്തുക്കള്, മഹാന്മാരുടെ ഹഖ് ജാഅ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണം. അല്ലാഹ് ആഖിബത്ത് നന്നാക്കണം. അല്ലാഹ് ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടുകൂടെ, റാഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ജീവിച്ച് കണ്ണടക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണം. അല്ലാഹ് രോഗികളുണ്ട് റബ്ബേ, കമിലായ ആജിലായ ശിഫ നൽകണം. അല്ലാഹ് പടച്ചവനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ പരീക്ഷിക്കല്ലേ. അല്ലാഹ് കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണം. അല്ലാഹ് വാഹനത്തിൽ നീ ബർക്കത്ത് നൽകണം. അല്ലാഹ് വീട്ടിൽ നീ ബർക്കത്ത് നൽകണം. അല്ലാഹ് ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണം. അല്ലാഹ് പടച്ചവനെ, ഒരുപാട് പ്രവാസികൾ ആമീൻ പറയുന്നു. തങ്ങളെ ദുആരക്കണമെന്ന് പറഞ്ഞ പ്രവാസികളുണ്ട്. അല്ലാഹുവേ, നീ ഖൈറും ബർക്കത്തും നൽകണം. അല്ലാഹ് നിഅമത്ത് നൽകണം. അല്ലാഹ് ഞങ്ങളെ ദർസിനെ സഹായിക്കുന്നവരുണ്ട് റബ്ബേ, നീ സഹായിക്കണം. അല്ലാഹ് നാട്ടിലുള്ളവരുണ്ട്, ഖൈറും ബർക്കത്തും നൽകണം. അല്ലാഹ് ഈ ദുആ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് രോഗികൾ കേട്ട് ആമീൻ പറയുന്നു. അല്ലാഹ് പടച്ചോനെ, ഉമ്മാക്ക് സുഖമില്ല, ഉപ്പാക്ക് സുഖമില്ല, ഭാര്യക്ക് സുഖമില്ല, ഭർത്താവിന് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല. അല്ലാഹ് പരിപൂർണ ശിഫാ നൽകണം. അല്ലാഹ് പടച്ചോനെ, ഭാര്യയുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, ഉപ്പായുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, ഉമ്മായുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, അമ്മോശന്റെ അമ്മായിമ്മയുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്, മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹ് സ്വഭാവങ്ങളെ നന്നാക്കി കൊടുക്കണം. അല്ലാഹ് ഞങ്ങളുടെ മക്കളെ നന്നാക്കണം. അല്ലാഹ് പടച്ചവനെ, ഞങ്ങളെ തഅലീമിലും തദ്രീസിലും ബർക്കത്ത് നൽകണം. അല്ലാഹ് മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് കാത്തോളണം. അല്ലാഹ് പടച്ചവനെ, ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലോക്ക്, ഇങ്ങനെ രോഗം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ. അല്ലാഹ് പടച്ചവനെ, ആഫിയത്ത് നിലനിർത്തണം. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, പലവരും പള്ളിപ്പറമ്പില. അല്ലാഹ് നീ പുറത്തു കൊടുക്കണം. അല്ലാഹ് ഖബർ വിശാലമാക്കണം. അല്ലാഹ് ഞങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പ് കഅബ കാണാനുള്ള തൗഫീഖ് നൽകണം. അല്ലാഹ് മദീന കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് ഖബർ സന്തോഷത്തിലാക്കണം. അല്ലാഹ് ആഖിറ വിജയം നൽകണം. അല്ലാഹ് നരകം ഹറാമാക്കണം. അല്ലാഹ് സ്വർഗ്ഗം ഞങ്ങൾക്ക് നൽകണം. റബ്ബേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.